ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കാനെത്തുന്ന പർവ്വതാരോഹകരെയും വിനോദസഞ്ചാരികളെയും ലക്ഷ്യമിട്ട് നേപ്പാളിൽ വൻ ഇൻഷുറൻസ് തട്ടിപ്പ് നടക്കുന്നതായി റിപ്പോർട്ടുകൾ. വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ മനഃപൂർവ്വം വിഷാംശം കലർത്തി അവരെ ശാരീരികമായി അവശരാക്കുകയും തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലായാണ് തട്ടിപ്പ് അരങ്ങേറുന്നത്. നേപ്പാളിലെ ചില ട്രെക്കിംഗ് ഏജൻസികൾ, ഹെലികോപ്റ്റർ കമ്പനികളും ആശുപത്രി അധികൃതരും ചേർന്നുള്ള മാഫിയ സംഘമാണ് ഈ ക്രൂരമായ തട്ടിപ്പിന് പിന്നിലെന്നാണ് സൂചന. സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പുകളിലും മറ്റും എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് നൽകുന്ന ഭക്ഷണത്തിലാണ് തട്ടിപ്പ് നടക്കുന്നത്. വയറിളക്കമോ മറ്റ് ശാരീരിക അസ്വസ്ഥതകളോ ഉണ്ടാക്കുന്ന മരുന്നുകൾ ഭക്ഷണത്തിൽ കലർത്തുകയും നേരിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുമ്പോഴേക്കും സാഹചര്യം വളരെ ഗുരുതരമാണെന്നും ജീവൻ രക്ഷിക്കാൻ ഉടൻ തന്നെ ഹെലികോപ്റ്റർ വഴി താഴെ എത്തിക്കണമെന്നും ഏജൻസികൾ പർവ്വതാരോഹകരെ ഭയപ്പെടുത്തുന്നു. ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യപ്പെടുന്ന സഞ്ചാരികളെ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ വൻതുകയുടെ വ്യാജ ചികിത്സാ ബില്ലുകൾ ചമയ്ക്കുകയും ഈ തുക സഞ്ചാരികളുടെ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്നു. ഇതാണ് തട്ടിപ്പിന്റെ രീതിശാസ്ത്രം. വിദേശ സഞ്ചാരികൾ എവറസ്റ്റ് ദൗത്യത്തിനായി എടുക്കുന്ന ഇൻഷുറൻസിൽ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിനായി വലിയൊരു തുക വകയിരുത്തിയിട്ടുണ്ടായിരിക്കും. ഇത് ലക്ഷ്യം വെച്ചാണ് മാഫിയ സംഘം പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ഇൻഷുറൻസ് കമ്പനികൾ നേപ്പാളിൽ നിന്നുള്ള ക്ലെയിമുകളിൽ അസാധാരണമായ വർധനവ് ശ്രദ്ധിച്ചതോടെയാണ് ഈ തട്ടിപ്പ് പുറം ലോകമറിഞ്ഞത്. ബ്രിട്ടൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇൻഷുറൻസ് കമ്പനികൾ നേപ്പാൾ സർക്കാരിന് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ചിലർ ഹെലികോപ്റ്റർ കമ്പനികളെയും ആശുപത്രികളെയും അധികൃതർ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ ജീവൻ പണയപ്പെടുത്തി നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ നേപ്പാളിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നേപ്പാൾ ടൂറിസം മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. എവറസ്റ്റ് മേഖലയിലേക്ക് എത്തുന്ന പർവ്വതാരോഹകർക്ക് അന്താരാഷ്ട്ര ഏജൻസികൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അംഗീകൃതവും വിശ്വാസ്യതയുള്ളതുമായ ട്രെക്കിംഗ് ഏജൻസികളെ മാത്രം തിരഞ്ഞെടുക്കണമെന്നും അനാവശ്യമായി ഹെലികോപ്റ്റർ സേവനം ഉപയോഗിക്കാൻ സമ്മർദ്ദം ചെലുത്തിയാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ തട്ടിപ്പ് തുടരുകയാണെങ്കിൽ നേപ്പാളിലേക്കുള്ള പർവ്വതാരോഹണത്തിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നത് നിർത്തലാക്കുമെന്ന് പല ആഗോള കമ്പനികളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് നേപ്പാളിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിച്ചേക്കാം. ഈ ഇൻഷുറൻസ് തട്ടിപ്പിന്റെ ആഴവും അത് നേപ്പാളിലെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാക്കുന്ന ആഘാതവും പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഹെലികോപ്റ്റർ റെസ്ക്യൂ റാക്കറ്റ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സാധാരണയായി പർവ്വതാരോഹകരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഗൈഡുകൾ തന്നെയാണ് പലപ്പോഴും ഈ തട്ടിപ്പിന് ചരടുവലിക്കുന്നത്. വിദേശികൾക്ക് നൽകുന്ന കുടിവെള്ളത്തിലോ സൂപ്പിലോ രാസവസ്തുക്കൾ കലർത്തുന്നതായി മുൻപ് പിടിക്കപ്പെട്ട ചിലർ മൊഴി നൽകിയിട്ടുണ്ട്. പർവ്വതാരോഹകർക്ക് ഉയരങ്ങളിൽ ശ്വാസതടസ്സവും തലകറക്കവും അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഈ അവസരം മുതലെടുത്ത് ഇത് ഹൈ ആൾട്ടിറ്റ്യൂഡ് പൾമണറി എഡിമയാണെന്ന് ഗൈഡുകൾ അവരെ വിശ്വസിപ്പിക്കുന്നു. ഈ തട്ടിപ്പിൽ ഓരോ രക്ഷാപ്രവർത്തനവും വലിയൊരു ബിസിനസ് ഡീലാണ്. ഒരു ഹെലികോപ്റ്റർ വിളിക്കുമ്പോൾ ഏജൻസിക്ക് $2000 മുതൽ $5000 വരെ കമ്മീഷൻ ലഭിക്കുന്നു. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ഈടാക്കുന്ന തുകയുടെ വലിയൊരു ഭാഗം ഹെലികോപ്റ്റർ കമ്പനികൾ കൈക്കലാക്കുന്നു. ചിലപ്പോൾ ഒരേ ട്രിപ്പിൽ ഒന്നിലധികം വിനോദസഞ്ചാരികളെ കൊണ്ടുപോകാമെങ്കിലും ഓരോരുത്തർക്കും പ്രത്യേകം ഹെലികോപ്റ്റർ അയച്ചു എന്ന രീതിയിലാണ് ബില്ലുകൾ തയ്യാറാക്കുന്നത്. രോഗമില്ലാത്ത സഞ്ചാരികളെ ദിവസങ്ങളോളം അനാവശ്യമായി അഡ്മിറ്റ് ചെയ്യുകയും സ്കാനിങ്ങും ലബോറട്ടറി പരിശോധനകളും നടത്തി ലക്ഷങ്ങളുടെ ബില്ല് ഇൻഷുറൻസ് കമ്പനിക്ക് അയക്കുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് തട്ടിപ്പിന്റെ ലാഭവിഹിതം പങ്കുവെക്കുന്നത്.